Hi, ഇന്ന് നമുക്ക് green peas with egg roast എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ green peas 50 gram green peas ആണ് എടുത്തത്, 3 കോഴിമുട്ട, 3 മീഡിയം സൈസ് സവാള, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, കറിവേപ്പില. ഇത് നമ്മൾ തട്ടുകടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ്, ഒരു തട്ടുകട സ്റ്റൈൽ ഐറ്റം ആണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് green peasനെ കുക്കറിലേക്ക് ഇടാം. കുക്കറിലിട്ട ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് ഒരുപാട് വെന്ത് പോവരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിനെ വിസിലിടാതെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഗ്രീൻ പീസ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ള സവാള വഴറ്റിയെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വഴറ്റിയെടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതുപോലെ നമ്മൾ ഈ സവാള ഇടുന്നതോടൊപ്പം തന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി തികച്ചും ഓപ്ഷണലാണ്, പക്ഷേ ഉള്ളത് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. സവാള വഴറ്റുന്നതിലേക്ക് നമുക്ക് അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചതാണ്, ആ ഇഞ്ചിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. നമ്മളിതിൽ ചേർക്കുന്ന കറിവേപ്പില നമ്മൾ ഇഞ്ചിയും സവാളയും അരിഞ്ഞതുപോലെ ചെറുതായി നമുക്ക് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കറിവേപ്പില അതേപോലെ തന്നെ ഇട്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 കോഴിമുട്ട ഉടച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് പൊടി ചേർക്കാം. ഇതിൻ്റെ മെയിൻ ഫ്ലേവർ കുരുമുളക് പൊടിയാണ്. ഏകദേശം ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഗ്രീൻ പീസ് ഇടാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായി വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത ശേഷം നമുക്ക് ഈ കോഴിമുട്ടയിലേക്ക് നമുക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തട്ടുകട സ്റ്റൈൽ ഗ്രീൻ പീസ് വിത്ത് എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.